നമസ്കാരം. നമ്മൾ പച്ചക്കറിത്തോട്ടം കാണിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ടിട്ട് എനിക്കൊരു സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് കിടക്കാം. നമ്മുടെ തോട്ടത്തിലേക്ക് നമുക്ക് ഇത് വാളരിപ്പയറാണ്. വളരി ഈ പയർ ഈ പരുവത്തിൽ കറി വയ്ക്കാം. ഈ പരുവത്തിൽ പറിച്ച് കറി വയ്ക്കാം. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇതിന് നാരായിരിക്കും, കൊള്ളില്ല. പക്ഷേ ഇത് നല്ലതാണ്. കറി വെച്ചാൽ തോരൻ വയ്ക്കാം, എടുക്കുവരട്ടി വയ്ക്കാം. ഇതിനൊക്കെ നല്ല സാധനങ്ങളാണ്. ഇതിൻ്റെ എന്തൊക്കെ വളം ചേർക്കുന്നത്? നല്ല തഴച്ച് വളർന്ന ഒത്തിരി വിത്തൊക്കെ ഉണ്ടല്ലോ, എന്ത് വളം ചേർക്കുന്നത്? ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ ചാണകം, പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, അങ്ങനെയുള്ള സാധനം. അല്ലാതൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ വിത്ത്, ഇത് നടുന്ന രീതി അതൊക്കെ എങ്ങനെയാണ്? ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചുണ്ടാക്കുന്നതല്ലേ നല്ലത്. പുറത്തുനിന്ന് കഴിക്കാമല്ലോ. അത് കഴിക്കാതെ വിഷം കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. ഓക്കെ. നടുന്നതിന് പ്രത്യേകിച്ച് രീതിയൊന്നുമില്ല. ഇതിപ്പോൾ കൊണ്ട് ബക്കറ്റിനകത്ത് നടാൻ പറ്റും, ഗ്രോ ബാഗിനകത്ത് നടാൻ പറ്റും, ചാക്ക് കൊണ്ട് ചൈനകത്ത് നടാൻ പറ്റും. ചാണകപ്പൊടിയും മണ്ണുങ്ങളുടെ പൊടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വേപ്പും പിണ്ണാക്കും കൂടെ പൊടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നടുക. എന്നിട്ട് കഴിഞ്ഞ് മുളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പച്ചവെള്ളവും കൊന്നച്ചവർ അങ്ങനെയുള്ള ചവറുകൾ ഇട്ട് കൊടുക്കണം. പിന്നെ പറിക്കുമ്പോൾ ഗ്രോ ബാഗ് അതിനകത്ത് നമ്മുടെ ഈ തോട്ടത്തിലെ കളകൾ വെച്ച് ഗ്രോ ബാഗ് നിറച്ചിട്ട് അതിനകത്ത് മണ്ണും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് അങ്ങനെ നട്ടാൽ അത് ആ കളയില്ലാതെയാവും. എനിക്ക് വളവും. ഇനി ഗൈസ് ഇതിൻ്റെ വിത്ത് നോക്കാം കേട്ടോ. ഇതാട്ടോ വളരിപ്പയറിൻ്റെ വിത്ത്. ഇത് നല്ല മൂത്ത് ഈ ഒരു കളർ ഫുള്ളാകുമ്പോഴത്തേക്കും ഇത് നമ്മൾ പൊളിച്ചെടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാവും വിത്തുള്ളത് കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു ചെടി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഷോട്ടിൽ വീണ്ടും കാണാം. ബൈ.